ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കൃപയുടെ നീർച്ചാലുകൾ ശുശ്രൂഷകളുമായിട്ട് കൊളോസ്സസ് ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. ഷാലോം ടെലിവിഷനിലൂടെ കൃപയുടെ നീർച്ചാലുകൾ എല്ലാ ബുധനാഴ്ചകളും വൈകുന്നേരം ഇതേ സമയത്ത് നമ്മുടെ ഷാലോം TV-യിലൂടെ ലഭിക്കുമ്പോൾ ഇത് അനേകർ പ്രയോജനപ്പെടുത്തുന്നു എന്നറിയുന്നതാണ് ഏറ്റവും വലിയ ആനന്ദം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊളോസ്സസ് ലേഖനമാണല്ലോ. കൊളോസ്സസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-24 വചനങ്ങളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. എന്നാൽ നിങ്ങൾ ശ്രവിച്ച, ഞാൻ വായിക്കുന്ന കൊളോസ്സസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23, കൊളോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 23, 23. എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ഇത് വളരെ പ്രായോഗികമായി പൗലോസ് സംസാരിക്കുന്ന ഒരു വചനമാണ്. നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ. നിങ്ങൾ ശ്രവിച്ച സുവിശേഷം എന്ത് നൽകുന്നുണ്ട്? പ്രത്യാശ നൽകുന്നുണ്ട്. ഗോസ്പൽ ദാറ്റ് യു ഹേർഡ് ഈസ് ഗിവിങ് യു ഹോപ്പ്. നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നിങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട്. യഥാർത്ഥ സുവിശേഷം പ്രതീക്ഷ നൽകുന്നതാണ്, പ്രത്യാശ നൽകുന്നതാണ്. അപ്പോൾ ആ സുവിശേഷം നൽകുന്ന പ്രത്യാശ എന്താണ്, പ്രതീക്ഷ എന്താണ്? ഇതാണ് തൊട്ടുമേളത്തെ വാക്യത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. 22-ാമത്തെ വചനം. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി തൻ്റെ സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. അപ്പോൾ യേശു ക്രിസ്തു തൻ്റെ ഭൗതിക ശരീരത്തിൽ നമ്മെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ആ അനുരഞ്ജിപ്പിച്ചിരിക്കുന്ന നമ്മെ എന്താണ്? പിതാവായ ദൈവത്തിന് മുമ്പാകെ വിശുദ്ധരും കുറ്റമറ്റവരും, അങ്ങനെ വായിക്കുന്നത് അല്ലേ? പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് 2 കാലഘട്ടമല്ല, 3 കാലഘട്ടത്തെ നോക്കിയാണ് പറയുന്നത്. ഭൂതകാലത്തിൽ സംഭവിച്ചതാണ് ക്രൂശിലെ മരണം. വർത്തമാനകാലത്തിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ പ്രായോഗിക ജീവിതം. ഭാവി കാലത്തെ സംഭവിക്കുന്നതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ ഭൂതകാലത്തിൽ സംഭവിച്ച ക്രിസ്തുവിൻ്റെ മരണം വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ഭൂതകാലത്തിൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന ഭാഗ്യകരമായ പ്രത്യാശയോട് ചേർത്ത് വെക്കുന്ന വചനം. അതാണ് കൊളോസ്സസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. അപ്പോൾ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം എന്താണ്? നിങ്ങളെ ക്രിസ്തുവുമായി ദൈവവുമായി അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു എന്നതാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? പിതാവായ ദൈവവുമായി നമ്മെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. പിതാവായ ദൈവവുമായി നമുക്ക് അനുരഞ്ജനം സാധ്യമായിരിക്കും. വി ഹാവ് ബീൻ റിക്കൺസൈൽഡ് ടു ദ ഫാദർ. നാം ദൈവവുമായി അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു നമ്മെ. അപ്പോൾ ആ അനുരഞ്ജനം നമുക്ക് നടന്നിരിക്കുന്നു എന്ന സത്യസുവിശേഷം. അതിൻ്റെ 2-ാം ഭാഗം പറയുകയാണ്, ആ അനുരഞ്ജനത്തിൻ്റെ ആദ്യ പടിയാണ് കുരിശിൽ സംഭവിച്ചതെങ്കിൽ ആ അനുരഞ്ജനം പൂർണ്ണമാകുന്നത് ഈ ആരെയാണോ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നത് അവരെല്ലാവരും ദൈവത്തിന് മുമ്പാകെ പരിശുദ്ധരും കുറ്റമറ്റവരും, അങ്ങനെ വായിക്കുന്നത്, പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിർത്തുകയാണ്. ആരെയാണോ അനുരഞ്ജിപ്പിച്ചത് അവരെ പരിശുദ്ധരും നിർമ്മലരും കുറ്റമറ്റവരുമായി പിതാവിൻ്റെ മുമ്പിൽ നിർത്തുന്നത് വരെയാണ് അനുരഞ്ജനം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനുരഞ്ജനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് സുവിശേഷം. ഈ അനുരഞ്ജനത്തെക്കുറിച്ചുള്ള സദ്വർത്തമാനമാണ് സുവിശേഷം. പിതാവുമായി നമ്മെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. ആ വാർത്തയാണ് സുവിശേഷം. അപ്പോൾ ആ വാർത്ത കേട്ട് നമുക്കിനി എന്ത് ചെയ്യണം? എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് അതൊരു പ്രതീക്ഷ നൽകുകയാണ്. ഏതിനെക്കുറിച്ചുള്ള പ്രതീക്ഷ? ഭൂതകാലത്തെക്കുറിച്ചൊരു പ്രതീക്ഷ, വർത്തമാനകാലത്തെക്കുറിച്ചൊരു, ഭാവി കാലത്തെക്കുറിച്ചൊരു പ്രതീക്ഷ. എന്നെ പരിശുദ്ധനാക്കി, നിർമ്മലനാക്കി, കുറ്റമറ്റവനാക്കി എന്നെ നിർത്താൻ കർത്താവായ യേശുക്രിസ്തു പോകുന്നു എന്ന പ്രത്യാശ. ആ പ്രത്യാശയുടെ വചനം കേട്ട നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ, വേവർ ചെയ്യാതെ, വ്യതിചലിക്കാതെ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ, വ്യതിചലിക്കാതെ, നിങ്ങൾ കേട്ട സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ. 3 പദമാണ് പറയുന്നത്. ഒന്ന്, വ്യതിചലിക്കരുത്.
പിന്നെന്ത് വേണം? വ്യതിചലിക്കാതിരുന്നാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം? സ്ഥിരത വേണം. സ്ഥിരത വേണം. ഇന്നലെ എന്തോ കേട്ടു, ഇന്ന് എന്തോ കേട്ടു, ഇന്നലെ കേട്ടതിലേക്ക് ഇന്നലെ മറിഞ്ഞു, ഇന്ന് കേട്ടതിലേക്ക് ഇന്ന് മറിഞ്ഞു. അതല്ല, സ്ഥിരത, സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, അതാണ് അവിടെ വിശദീകരിക്കുന്നത്. ഉറച്ച നിലപാട്. 23-ാമത്തെ വചനം നിങ്ങൾ എത്രത്തോളം ആഴമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധിക്കുക. കൊളോസ്യോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം നമ്മളെ സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത് ആണ്. വിത്തൗട്ട് ഷിഫ്റ്റിംഗ് ഫ്രം ദ ഹോപ്പ് ദാറ്റ് പ്രോമിസ്ഡ് ബൈ ദ ഗോസ്പൽ ദാറ്റ് യു ഹിയർഡ്. നിങ്ങൾ കേട്ട സുവിശേഷത്തെക്കുറിച്ചുള്ള പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ. കണ്ടോ? ഡു നോട്ട് ഷിഫ്റ്റിംഗ്. കണ്ടോ? ഒന്നുകൂടെ ഞാൻ ആ വാക്യം വായിക്കാം. പ്രൊവൈഡഡ് ദാറ്റ് യു കണ്ടിന്യൂ സെക്യൂർലി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. വിത്തൗട്ട് ഷിഫ്റ്റിംഗ് ഫ്രം ദ ഹോപ്പ് പ്രോമിസ്ഡ് ബൈ ദ ഗോസ്പൽ ദാറ്റ് യു ഹിയർഡ്. നിങ്ങൾ കേട്ട സുവിശേഷം നൽകുന്ന പ്രോമിസ് ഉണ്ട്, വാഗ്ദാനമുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യരുത്? വ്യതിചലിക്കുക. എന്താണ് അതിൻ്റെ അകത്ത് വാഗ്ദാനം? വാട്ട് ഈസ് ദ പ്രോമിസ് യു ഗോട്ട് ത്രൂ ദ ഗോസ്പൽ ദാറ്റ് യു ഹിയർഡ്? നിങ്ങൾ കേട്ട സുവിശേഷത്തിലൂടെ നിങ്ങൾക്ക് ലഭിച്ച പ്രോമിസ് എന്താണ്? നമ്മെ പരിശുദ്ധരും നിർമ്മലരും കുറ്റമറ്റവരുമായി പിതാവിൻ്റെ മുമ്പാകെ യേശുക്രിസ്തു നിർത്തും. ഇതാണ് നമ്മൾ കേട്ട സുവിശേഷത്തിൻ്റെ അകത്തെ വാഗ്ദാനം. അപ്പോൾ ആ കേട്ട വാഗ്ദാനത്തിനകത്ത് ഇനി എന്ത് ചെയ്യണം? steadfast in the faith, securely established. securely established. കണ്ടോ? നന്നായിട്ട് ഉറപ്പുള്ളവരായി, സെക്യൂറായിട്ട്. മലയാളത്തിൽ നമ്മളത് വായിക്കുമ്പോൾ കണ്ടോ? 24-ാമത്തെ വചനം, എന്നാൽ ഇപ്പോൾ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ. 23-ാമത്തെ, വ്യതിചലിക്കാതെ, സെക്യൂർലി എസ്റ്റാബ്ലിഷ്ഡ് in the faith that gives by the gospel that you hear. നിങ്ങൾ കേട്ട സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ, സെക്യൂർലി എസ്റ്റാബ്ലിഷ്ഡ് ആവുക. അടുത്ത പറയാം സെക്യൂർലി എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുകയാണ് വ്യതിചലിക്കാതെ, ബീയിങ് സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്. ഉറച്ചു നിൽക്കുക, ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കുക. മൂന്നാമത്തേതാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക. വിശ്വാസിയാവുക എന്ന് പറയുന്നത് തന്നെ വെല്ലുവിളിയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും. കാരണം കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുക. കാറ്റടിക്കുമ്പോൾ കാറ്റത്ത് മറിഞ്ഞു പോകാതെ നിലനിൽക്കണമെങ്കിൽ നല്ല ഫൗണ്ടേഷൻ വേണം. 2 തരത്തിലുള്ള അടിസ്ഥാനത്തെ പറ്റി ഈശോ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? ഒന്ന്, സാൻഡ്, മണ്ണിൻ്റെ മേളിൽ, മണലിൻ്റെ മേളിലിട്ട് പണിത വീടല്ലേ. രണ്ടാമത്തെ എന്താ? റോക്ക്, ഹാർഡ് റോക്കിൻ്റെ മേളിൽ പണിത വീടല്ലേ. ഒന്നാമത്തെ പണി പെട്ടെന്ന് തീർന്നു. രണ്ടാമത്തെ പണിക്ക് സമയമെടുത്തു. കാരണം കല്ലെല്ലാം പൊട്ടിച്ച് റൂട്ടൊക്കെ ഇട്ട് കയറി വരണമെങ്കിൽ സമയമെടുക്കും. പക്ഷേ കാറ്റടിച്ചു, തിരമാല തള്ളിക്കയറി, അടിസ്ഥാനത്തിൽ ഉറച്ച് സ്ഥിരതയോടെ. കണ്ടോ? ഇവിടുത്തെ വചനം എടുത്ത് പറഞ്ഞാൽ വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിലനിൽക്കണം. കണ്ടോ? അപ്പോൾ ഒരു വീട് നിലനിൽക്കുകയാണ്. കാരണം അത് സെക്യൂർലി എസ്റ്റാബ്ലിഷ്ഡ്, സ്റ്റെഡ്ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്, ഡു നോട്ട് വേവർ ഫ്രം യുവർ ഫെയ്ത്ത്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ല, മറിയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് വിശ്വാസം നിലനിൽക്കുക. ഞാൻ എന്താ വിശ്വസിച്ചേ? ഏതിനെപ്പറ്റി എന്താണോ ഞാൻ വിശ്വസിച്ചത്, ആ വിശ്വസിക്കുന്നതിനേക്കാൾ വെല്ലുവിളിയാണ് ആ വിശ്വസിച്ച വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്. പല സന്ദർഭങ്ങളിലും വിശ്വസിക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയൊന്നുമല്ല. കാരണം വിശ്വാസം മിക്ക സമയങ്ങളിലും ഒരു ഉപരിവിപ്ലവാത്മകമായ തലത്തിൽ വർക്ക് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടു, പെട്ടെന്ന് എന്തോ കേട്ടു, എന്തോ വിശ്വസിച്ചു. പക്ഷേ ആ വിശ്വസിച്ച വിശ്വാസത്തിൽ പല ആൾക്കാരും പറയാറുണ്ട്, ഞങ്ങൾ ധ്യാനകേന്ദ്രത്തിൽ ചെന്ന് ഇരിക്കുന്ന ദിവസങ്ങൾ വളരെ സന്തോഷകരമാണ്, എന്തോ ആനന്ദകരമാണ് ധ്യാനകേന്ദ്രത്തിൽ ഇരിക്കുന്ന ദിവസങ്ങൾ.
അല്ലെങ്കിൽ ദേവാലയത്തിലിരിക്കുന്ന സമയങ്ങൾ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയങ്ങൾ, ദിവ്യാനത്തിന് മുമ്പ് ഇരിക്കുന്ന സമയങ്ങൾ വളരെയാണ്. പക്ഷെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം മനസ്സിലായോ? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വിശ്വാസത്തിൽ നിലനിൽക്കുക. steadfast in the faith without shifting from the hope that you promised, that is promised by the gospel. സുവിശേഷം നൽകുന്ന വാഗ്ദാനത്തിലുള്ള പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കരുത്. Sometimes believing is very easy, but steadfast in the faith is very, very difficult. Most of the time faith will work on and off. പെട്ടെന്ന് ഇങ്ങനെ വിശ്വാസം കയറി വരികയും ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. പക്ഷെ വിശ്വാസത്തിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളിയാണ്. എന്താണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, നിസ്സാരം എന്താ പറയേണ്ടത്, നിങ്ങളുടെ ഒരു ഭൗതികമായ ഒരു ആവശ്യമായിക്കോട്ടെ, ആ ഭൗതികമായ ആവശ്യത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കുന്നവന് എപ്പോഴും ചലഞ്ചസ് ഉണ്ട്. ഫെയ്ത്ത് എന്ന് പറയുന്നതിന് എപ്പോഴും ട്രയൽസ് ഉണ്ട്. എപ്പോഴും പരിശോധനയുള്ള ഒന്നാണ് വിശ്വാസം. എപ്പോഴും പരിശോധിക്കപ്പെടേണ്ടിയ ഒന്നാണ്. അതുകൊണ്ടാണ് വചനത്തിൽ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളെ തന്നെ പരിശോധിക്കുവീൻ. എന്താ? നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന്. ടെസ്റ്റ് യുവർ സെൽഫ്. ആർ യു ഇൻ ദ ഫെയ്ത്ത്? ആർ യു ഇൻ ദ ഫെയ്ത്ത്? ആർ യു ഇൻ ദ ഫെയ്ത്ത്? നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുകയും, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ ഉള്ളതെന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുകയും. എന്നെ പറഞ്ഞതിൻ്റെ അർത്ഥം വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നതാണ് ഏറ്റവും വലിയ ചലഞ്ച്. Being in faith, believing, being steadfast in the faith is the greatest challenge of the day. അവിടെയാണ്, ആ വെല്ലുവിളിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ച് നാം ഓവർകം ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ പോകുന്നത്? നമ്മൾ കേട്ട വാഗ്ദാനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുക. നിങ്ങളുടെ മകളെക്കുറിച്ച്, മകനെക്കുറിച്ച്, നിങ്ങളിന്ന് കടന്നു പോകുന്ന ഭൗതിക, ആത്മീക, സാമ്പത്തിക, ആരോഗ്യപരമായ ഏതു വിഷയമായിക്കോട്ടെ, വിശ്വസിച്ച കാര്യത്തിൽ വ്യതിചലിക്കുന്നുണ്ടോ? വിശ്വസിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? വിശ്വസിച്ച കാര്യം എസ്റ്റാബ്ലിഷ്ഡ് ആണോ? സെക്യൂർലി എസ്റ്റാബ്ലിഷ്ഡ് ആണോ? ഉറച്ച് നല്ല ഫൗണ്ടേഷൻ ഇട്ട് കയറി വരുവാണോ? അങ്ങനെയാണെങ്കിൽ യു വിൽ റിസീവ് ദ പ്രോമിസ് ദാറ്റ് ഗിവ്സ് ബൈ ദ ഗോസ്പൽ. സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ വാഗ്ദാനം നിങ്ങൾ സ്വീകരിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട അതിനകത്ത്. ഹല്ലേലൂയ. ഇത് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ഇന്നലെ കേട്ട വാഗ്ദാനം എന്താണ് എന്നിൽ സംഭവിക്കാത്തത്? എന്നോട് ദൈവം പല വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകളെക്കുറിച്ച്, എൻ്റെ മകനെക്കുറിച്ച്, ഞങ്ങളുടെ വീടിനെക്കുറിച്ച്, എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, എൻ്റെ ഭാവിയെക്കുറിച്ച് തന്നെ പല വാഗ്ദാനം ദൈവം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതെനിക്ക് ലഭിക്കാത്തതെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇപ്പോൾ ഇവിടെ കിട്ടുകയാണ്. വിശ്വാസത്തിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ് നമുക്കത്. വിശ്വസിക്കാത്തതുകൊണ്ടല്ല, നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ വിശ്വാസത്തിൽ നിലനിൽക്കണമെങ്കിൽ വെച്ച ഒരു ചെടിക്ക്, നിങ്ങളൊരു ചെടി നട്ടു, ആ ചെടിക്ക് വെള്ളമൊഴിച്ച് വേലി കെട്ടി വളവിട്ട് അതിനെ വളർത്തിക്കൊണ്ട് വരുന്ന പോലെ തന്നെയാണ് വിശ്വാസത്തിൻ്റെ വിത്ത് സ്വീകരിച്ച നിന്നോട് കർത്താവ് ആവശ്യപ്പെടുന്നു. അതിനെ വളർത്തിക്കൊണ്ടുവരാൻ വലിയ വെല്ലുവിളികളുണ്ട്. അതിനെ മുകളിൽ നിന്ന് ആക്രമിക്കുന്ന പ്രാണികൾ മുതൽ അതിൻ്റെ റൂട്ടിൽ നിന്ന് ആക്രമിക്കുന്ന മണ്ണിൽ നിന്നുള്ളത് വരെയുണ്ട്. ഇതിനൊരു വേലി കെട്ടാൻ, ഇതിന് വളമിടാൻ, ഇതിന് വെള്ളമൊഴിക്കാൻ, ഇതിനെ സംരക്ഷിക്കാൻ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പ്രതിജ്ഞ എടുത്തിട്ടല്ലാതെ ഇത് വർദ്ധിച്ചു വരികയില്ല. ഹല്ലേലൂയ. വ്യക്തമായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ ദേവാലയത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം, ഇതാ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം, ഞാൻ പോകുന്ന ഇടത്ത് എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയുകയില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കുക, വിശ്വസിക്കുക എന്നതിനേക്കാൾ വെല്ലുവിളിയാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. കാരണം വിശ്വാസത്തിന് എപ്പോഴും ടെസ്റ്റുണ്ട്, പരിശോധനകളുണ്ട്. പരിശോധനകളുള്ള ഒന്നിൻ്റെ പേരാണ് വിശ്വാസം. അനുദിനം പ്രൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ വിത്ത് സ്വീകരിച്ചവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. ആ വിത്തിന് വളമിട്ട് വെള്ളമൊഴിച്ച് വേലി കെട്ടി അതിനെ വളർത്തിക്കൊണ്ടുവരിക. വിശ്വാസം എല്ലാവരിലും വിത്തായാണ് വരുന്നത്. അതിനെ വൃക്ഷമാക്കേണ്ടതും ഫലമുള്ളതാക്കേണ്ടതും വ്യക്തിപരമായ കാര്യമാണ്.
അതിന് ദൃഢനിശ്ചയവും പ്രത്യാശയും ആവശ്യമുണ്ട്. അതിൽ ഉറച്ചൊരു നിലനിൽപ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് വചനം ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളെ തന്നെ പരിശോധിക്കുവിൻ. എന്തിന്? നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോന്ന്. നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോന്ന് നിങ്ങളെ തന്നെ കൂടെ കൂടെ പരീക്ഷിക്കാൻ, പരിശോധിക്കാൻ, ടെസ്റ്റ് ചെയ്യാൻ. നമ്മൾ പറയത്തില്ലേ, അതോ കറണ്ട് ഉണ്ടോ ഒന്ന് ടെസ്റ്റർ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, അങ്ങനെ പറയുന്നത് കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ പറയുക, നിങ്ങൾ വിശ്വാസം ഉണ്ടോയെന്ന്, ഒന്ന് ടെമ്പറേച്ചർ ഉണ്ടോയെന്നൊക്കെ നമ്മൾ പരിശോധിക്കത്തില്ലേ? പൾസ് ഉണ്ടോയെന്നൊന്ന് നോക്കിക്കേ. പൾസ് പോയോ? പൾസ് ഉണ്ടോ? പൾസ് പോയോ? എനിക്കുണ്ട്. ഉണ്ടോ? ഇങ്ങനെ പരിശോധിക്കുകയാണ് അല്ലേ? പരിശോധിച്ചേ ഒന്ന്. ഇങ്ങനെ പരിശോധിച്ചറിയേണ്ടതാണ് എന്ത്? ഞാൻ വിശ്വാസത്തിലാണോ നിലനിൽക്കുന്നത്? ഞാൻ വിശ്വാസത്തിലാണോ നിലനിൽക്കുന്നത്? എങ്ങനെയുണ്ട് എൻ്റെ വിശ്വാസം? എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നുണ്ടോ? എന്നാ വിശ്വാസം? ഇവിടെ പറയുന്ന വിശ്വാസം എന്നാ? കൊളോസ്സസ് 1:23 വചനം വ്യക്തമായിട്ട് പറയുന്നു, നമ്മെ ഭാഗ്യകരമായ ഒരു പ്രത്യാശയിലേക്ക് വിളിച്ചിരിക്കുക. അതിനകത്ത് എന്ത് ചെയ്യരുത്? വ്യതിചലിക്കരുത്. ദൃഢനിശ്ചയം. ആ വാക്യങ്ങൾ പെട്ടെന്ന് സ്വീകരിച്ചോ. വലിയ അധികാരമുള്ള വചനമാണ്. നിങ്ങൾ ശ്രമിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കരുത്. നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറ, ഞാൻ വ്യതിചലിക്കുകയില്ല. രണ്ടാമത് പറ, ഞാൻ സ്ഥിരതയോടെ, വ്യതിചലിക്കാതെ സ്ഥിരതയോട്. മൂന്നാമത്തെ പറ, ദൃഢനിശ്ചയത്തോടെ. നല്ല വ്യക്തതയുണ്ട്, ക്ലാരിറ്റി ഇല്ലായ്മയല്ല. ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാൽ എന്നാ? നിശ്ചയം തന്നെ. നിശ്ചയം എന്ന് പറഞ്ഞാൽ തന്നെ ഉറപ്പ്. അപ്പോൾ ദൃഢനിശ്ചയം എന്ന് പറഞ്ഞാൽ എന്നാ? ഉറപ്പിൻ്റെ മേളിലുള്ള ഉറപ്പ്. കുറിപ്പിൻ്റെ ഉറപ്പല്ല, ഉറപ്പിൻ്റെ മേളിലുള്ള ഉറപ്പ്. അതാണ് ദൃഢനിശ്ചയത്തോടെ. കേട്ടോ, ഈ പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ലോകം പ്രതികൂലമായിക്കോട്ടെ, കാണുന്നവർ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞോട്ടെ, കേൾക്കുന്നവർ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞോട്ടെ, പക്ഷേ എനിക്ക് നല്ല ദൃഢനിശ്ചയമുണ്ട്. കൂടെ വിശ്വസിച്ചവർ പിന്മാറിക്കോട്ടെ. അതാണ് ആ പോയിന്റ്. കൂടെ വിശ്വസിച്ചവർ പിന്മാറിക്കോട്ടെ. അവർ തന്നെ വിശ്വാസം നശിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞോട്ടെ. വിശ്വസിച്ചിട്ട് എന്തായി എന്ന് പലരും ചോദിച്ചോട്ടെ. വിശ്വാസത്തിന് പ്രതികൂലമായി എല്ലാം കണ്ടോട്ടെ. ഓരോ പ്രാവശ്യം കാണുമ്പോഴും മേഘാവൃതമാകാത്ത തെളിഞ്ഞ ആകാശമായിരുന്നു ഏലിയ പ്രവാചകൻ കണ്ടുകൊണ്ടിരുന്നത്. മഴയെക്കുറിച്ച് പറഞ്ഞിട്ട് കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ മുട്ടിനിടയിൽ തലയിട്ട് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. മഴ വരുന്നു എന്ന് പറഞ്ഞ് ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും പറയും, മേഘാവൃതമേ അല്ല അന്തരീക്ഷം, മേഘാവൃതമേ അല്ല അന്തരീക്ഷം. വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞിട്ട് കർമ്മേലിൻ്റെ മലമടക്കിൽ മുട്ടിനിടയിൽ തലയിട്ട് മഴയ്ക്ക് വേണ്ടി വേഴാമ്പൽ കാത്തിരിക്കുന്ന പോലെ ഏലിയ പ്രവാചകൻ കാത്തിരിക്കുമ്പോൾ ഒടുവിൽ വന്ന പ്രവാചക ശിഷ്യൻ പറയുന്നു, കൈപ്പത്തിയോളം ഒരു മേഘം ഞാൻ കാണുന്നു. കേട്ടോ, വിശ്വാസത്തെ ആരും സംരക്ഷിക്കണമെന്നില്ല, വിശ്വാസത്തെ ആരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ ദൃഢനിശ്ചയത്തിലുള്ള വിശ്വാസം അത്ഭുതത്തിലേക്ക് നമ്മെ നയിക്കും. ഞാൻ വ്യക്തമായിട്ട് പറയാം, അതൊക്കെ നിങ്ങൾക്ക് ഹൃദയത്തിലേക്ക് ആഴമായിട്ട് പതിപ്പിക്കും. കർമ്മേലിൻ്റെ മലമടക്കിൽ വിശ്വാസത്തിൻ്റെ വീരനിത മുട്ടിനിടയിൽ തലയിട്ട് മഴ വരുമെന്ന വാക്ക് വിശ്വസിച്ച് വാക്ക് പറഞ്ഞിട്ട് പ്രാർത്ഥന ആരംഭിക്കുകയാണ്. പ്രവാചക ശിഷ്യൻ 1, 2, 3 പ്രാവശ്യം തിരികെ വന്ന് പറയുന്നു, മഴ പോയിട്ട് അന്തരീക്ഷം മേഘാവൃതമേ അല്ല, മഴയ്ക്കൊരു സാധ്യതയുമില്ല. എന്നാൽ വിശ്വാസവീരൻ മുട്ടിനിടയിൽ തലയിട്ട് ഒരു ശിശു ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന പോലെ ഒരു പ്രാർത്ഥനയ്ക്ക് തയ്യാറാകുന്നു. ഒടുവിൽ ശിഷ്യൻ മടങ്ങി വന്ന് പറയുന്നു, കൈപ്പത്തിയോളം ഒരു മേഘം കാണുന്നു. ഇല്ല, ഇത് വലിയ ഒരു മഴയായി മാറും. പർവ്വതങ്ങളും താഴ്വരകളും നിറയുമാറും മഴ പെയ്തു. ഇത് വിശ്വാസത്തിൻ്റെ വെല്ലുവിളി സ്വീകരിക്കുന്നവൻ ലഭിക്കുന്ന അത്ഭുതത്തിൻ്റെ പ്രവൃത്തിയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ കൂടെ വിശ്വസിച്ചവർ പോലും ഒപ്പമുണ്ടാകണമെന്നില്ല. നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ സംശയം ഉണ്ടാകും. സംശയത്തെ പുറത്താക്കി ദൃഢനിശ്ചയത്തോടെ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാമോ? ആദ്യം കാണുന്നത് കൈപ്പത്തിയോളം ഒരു മേഘമായിരിക്കും. പിന്നെ കുന്നുകളും താഴ്വരകളും നിറയുമാറ് വലിയ മഴ വരിക തന്നെ ചെയ്യും. ഇത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവുക. ദൃഢനിശ്ചയം, ബീയിങ് ഇൻ ഫെയ്ത്ത്, സ്റ്റെഡ് ഫാസ്റ്റ് ഇൻ ദ ഫെയ്ത്ത്. ഹല്ലേലൂയ. കർത്താവിലുള്ള വിശ്വാസത്തിൽ അന്ധമായ വിശ്വാസം. കർത്താവിനെ എനിക്കറിയാം, എന്നോട് വാക്ക് പറഞ്ഞ ദൈവത്തെ എനിക്കറിയാം. എന്ത് വേണേ കേട്ടോട്ടെ, എന്ത് വേണേ കണ്ടോട്ടെ, എന്നാ വേണേ സംഭവിച്ചോട്ടെ, എന്നോട് വാക്ക് പറഞ്ഞ ദൈവത്തെ എനിക്കറിയാം. I know the God who promised me, and I am being assured in Him. I am being strongly founded in Him.
ഐ എം ബീങ് സ്ട്രോങ്ലി ബിലീവിങ് ഇൻ ഹിം. ഞാൻ അവനിൽ ഇതാ അന്ധമായിട്ട് വിശ്വസിക്കുന്നു. വിശ്വാസത്തിൽ 3 പദങ്ങളോ ഞാൻ ആവർത്തിച്ച് അവസാനിപ്പിക്കാം. 3 കാര്യം പൗലോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറയുന്നത്. ഒന്ന്, വ്യതിചലിക്കരുത്. സ്ഥിരതയോടെ ദൃഢനിശ്ചയത്തോടെ നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ പോകുന്നിടത്തെല്ലാം വലിയ പ്രൊഫറ്റിക്കൽ മാനിഫെസ്റ്റേഷനുകൾ, പ്രവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. രോഗികളെ കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. ഒരുമിച്ച് വാ, എന്നെങ്കിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാകട്ടെ. ഇപ്പോൾ ഈ മാധ്യമത്തിലൂടെ, ടെലിവിഷനിലൂടെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിൽ അനേകരുടെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ക്രിസ്തു എന്നിലിരിക്കുന്നു, ക്രിസ്തു എന്നിലിരിക്കുന്നു. അമ്മേ, ക്രിസ്തു അമ്മയിലിരിക്കുന്നു, ക്രിസ്തു അമ്മയിലിരിക്കുന്നു. അമ്മേ, അച്ഛാ, ക്രിസ്തു ഇരിക്കുന്നു, ക്രിസ്തു ഇരിക്കുന്നു, ക്രിസ്തു ഇരിക്കുന്നു, ക്രിസ്തു എന്നിലിരിക്കുന്നു, ക്രിസ്തു എന്നിലിരിക്കുന്നു. കണ്ണുകൾ തുറന്നു വരട്ടെ. ഈ അസ്ഥികൾ ജീവൻ പ്രാപിക്കുന്നു. ഈ മനുഷ്യന്റെ വയറിന് വലത്തെ ഭാഗത്തേക്ക് കർത്താവിന്റെ കരുണ ഇറങ്ങി വരും. അദ്ദേഹത്തെ വിളിക്കുക, ചേട്ടാ, നിങ്ങളുടെ വയറിന്റെ വലത്തെ ഭാഗത്തേക്ക് ഇതാ ഇവിടെ. നിങ്ങൾ ഈ വീൽ ചെയറിൽ തിരിച്ചു പോകേണ്ട ആളല്ല. ക്രിസ്തു നിങ്ങളിരിക്കുന്നു, ക്രിസ്തു നിങ്ങളിരിക്കുന്നു, ക്രിസ്തു നിങ്ങളിരിക്കുന്നു. ഇതൊന്ന് പറ, ഇതൊന്ന് പറ, ഇതൊന്ന് പറ, എല്ലാരും പറ. ചേട്ടാ, ഇത് എന്നെ പറ്റിയതാ. ആക്സിഡന്റ് വന്നത്. എവിടെ വെച്ച്? ചേർത്തലയില്. ഇവിടെ വേണം ഇടിച്ചേ. എന്താ പേര്? ഫർമസ്. ഇതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അതാണ് ശരീരം ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, ഈ ബോധങ്ങളൊക്കെ അകത്തുണ്ടല്ലേ? അല്ലേ? ഈ ബോധങ്ങളൊക്കെ അകത്തുണ്ട്. എനിക്ക് ആക്സിഡന്റ് ഉണ്ടായതാണ്, എൻ്റെ ഇവിടെയാണ് അടി കിട്ടിയത്, എൻ്റെ കുടലിനകത്താണ് പ്രശ്നം, എനിക്ക് അരയ്ക്ക് കീഴ്പോട്ടാണ് തളർച്ച. ഈ ബോധങ്ങളൊക്കെ അകത്തുണ്ടല്ലേ? ഇല്ലേ? അതെ. ഈ ബോധങ്ങളെയും ബോധ്യങ്ങളുടെയും മുകളിൽ മറ്റൊരു ബോധ്യം സ്വീകരിക്കാൻ മനസ്സുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ ആ ബോധ്യമാണ് ക്രിസ്തു എന്നിൽ ഉണ്ട്. ഹല്ലേലൂയ. ആ ബോധ്യം സ്വീകരിക്കുമ്പോൾ ഈ അരയ്ക്ക് കീഴ്പോട്ട് ബലം അങ്ങ് വരും. അത് ഇപ്പൊ പറയുന്ന എല്ലാം നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. കരയല്ലേ? ഇന്ന് ഈ ബൈബിൾ ഉണ്ടോ വീട്ടില്? ഉണ്ടോ? ഇന്ന് പോയിട്ട് 2 കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം എടുക്കണം. 13-ന്റെ 3, 4, 5 വാക്യങ്ങൾ അങ്ങ് വായിക്കണം. എന്നിട്ട് ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് വരികിൽ നിങ്ങൾ പരീക്ഷയെ അതിജീവിക്കും. നിങ്ങൾ പരീക്ഷയെ അതിജീവിക്കും. നിങ്ങൾ പരാജയപ്പെട്ട് പ്രാർത്ഥിര്, എല്ലാവരും കൂടെ പ്രാർത്ഥിര്. കർത്താവേ, ഈ മകനെ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽപ്പിക്കണമേ. ഇവന്റെ അസ്ഥികൾക്ക് ജീവൻ കൊടുക്കണമേ. ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടതെല്ലാം റീസ്റ്റോർ ചെയ്യണമേ ഈശോയെ. 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 ആക്സിഡന്റ് നഷ്ടപ്പെട്ടതെല്ലാം റീസ്റ്റോർ ചെയ്യണമേ ഈശോയെ. റീസ്റ്റോർ ചെയ്യണമേ ഈശോയെ. റീസ്റ്റോർ ചെയ്യണമേ ഈശോയെ. റീസ്റ്റോർ ചെയ്യണമേ ഈശോയെ. എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങളോട്
എഴുന്നേൽക്കാൻ പറയാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇപ്പോൾ എഴുന്നേൽക്കാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ വീൽ ചെയർ ഉപേക്ഷിക്കാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങോട്ട് നടക്കാം, ഇങ്ങോട്ട് നടക്കാം, 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 നടക്കാം. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നടക്കാം. ഈശോ, ഈശോ, ഈശോ. അമ്മ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ വാ. എന്തിനാ കരയുന്നേ? എന്തിനാ സങ്കടപ്പെടുന്നേ? സന്തോഷം കൊണ്ട്. ഓടിക്കോ, പുറകെ ഓടിക്കോ, അയാളുടെ കൂടെ പൊക്കോ. ഹല്ലേലൂയ. ഇതാ ഞാൻ പറഞ്ഞത്. അമ്മേ, അമ്മ എത്ര നാളായി വീൽ ചെയറിലായിട്ട്? എന്നാ പറ്റിയതാ? സർജറി കഴിഞ്ഞതാ അമ്മയ്ക്ക്. അതിനുശേഷം എന്നാ പറ്റി? കേട്ടില്ല. ഒരു സൈഡ് ഫുള്ള് തളർന്ന് കൈ. അമ്മേ, അമ്മയെ സൗഖ്യമാക്കാനുള്ള മരുന്നൊന്നും എന്റെ കയ്യിലില്ല. ഇന്നിവിടെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏറ്റവും ശക്തനായ ആള് ബഹുമാനപ്പെട്ട പനക്കൽ അച്ഛനാണ്. ആ അച്ഛൻ അവിടെ ഇരുന്ന് പൗരോഹിത്യ ആശീർവാദം കൈനീട്ടി തന്നോണ്ടിരിക്കുക. ഇതിനപ്പുറത്തൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനില്ല. ഹല്ലേലൂയ. ഈ ശുശ്രൂഷ തുടക്കം മുതൽ 2 കൈ ഉയർത്തി നമ്മുടെ മേൽ പൗരോഹിത്യ ആശീർവാദം തന്നോണ്ടിരിക്കുക. ചെല്ല്, ചെല്ല്, അച്ഛൻ്റെ അടുത്തോട്ട് ചെല്ല്. സ്റ്റെപ്പ് കേറ് ചേട്ടാ. കേറ് ചേട്ടാ, കേറ്. യേശുവിന്റെ നാമത്തിൽ ജീവിക്ക്, ജീവിക്ക്, ജീവിക്ക്. ഹല്ലേലൂയ. സകല വിശുദ്ധന്മാരോടൊപ്പം ഇതാ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഭാഗ്യപ്പെട്ട യൂസഫ് പിതാവിനോട് ചേർന്ന്, സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ഇതാ ഞങ്ങൾ ഏക മനസ്സോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവൻ കൊളോസ്സോസ് ലേഖനം 2:1-23 വചനം ശ്രദ്ധിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് ഒരു വിശേഷ പ്രതിഷ്ഠയായി വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുകയാണ്. പരിശുദ്ധമാക്കുവാൻ ദൈവം പദ്ധതിയിട്ട ആ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക്, ആ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് കർത്താവേ ഇതാ ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നാനാവിധ വിശ്വാസത്തിൻ്റെ വെല്ലുവിളികൾ കേൾക്കുന്നവരുണ്ട്, വിശ്വസിച്ചത് സംഭവിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരുപാട് ചലഞ്ചസ് ഞങ്ങൾക്ക് ഈ ലോകത്തുണ്ട് ദൈവമേ. ഈ സമയത്ത് വിശ്വാസത്തിലൊന്ന് ഉറച്ചു നിൽക്കാൻ, വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്ന് ഞങ്ങളെ തന്നെ പരിശോധിക്കാൻ ദൃഢനിശ്ചയത്തോടും വ്യതിചലിക്കാതെ ദൃഢനിശ്ചയത്തോടെ ഉറപ്പോടെ നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ മേലും ഊറ്റണമേ. പരിധിയില്ലാതെ പരിശുദ്ധാത്മാവിനെ പകരണമേ. ദൃഢനിശ്ചയത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഞങ്ങളോടൊപ്പം രോഗികളായ മക്കളെ സമർപ്പിക്കുക. അവരുടെ രോഗമുള്ള ഇടങ്ങളിലേക്ക് കരമമർത്തി വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കണേ. എൻ്റെ നാഥ, എല്ലാവരെയും കടാക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിലുള്ള വലിയ ചൈതന്യത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഐക്യത ഇപ്പോൾ വ്യാപിക്കുവാനും ഞങ്ങൾക്ക് സ്വീകരിക്കുവാനും കർത്താവായ ക്രിസ്തു വഴി ഇടവരുത്തണമേ എന്ന് സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കരുത്, തിന്മയിൽ ഞങ്ങളെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് കൃപയുടെ നീർച്ചാലുകൾ ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇത് കൊളോസ്സോസ് ലേഖനത്തിൻ്റെ തുടർമാനമായുള്ള പഠനമാണ്. 1-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വചനങ്ങൾ.